സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപക സമൂഹം ആശങ്ക പ്രകടിപ്പിച്ച ഒന്ന് ഇവിടെ പണിമുടക്കുകൾ, ഹർത്താലുകൾ തുടങ്ങിയ ബന്ധുകൾ അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ പലതും കോടതി നിയമം മുഖേന നിരോധിച്ചു. പക്ഷേ ഇപ്പോഴും ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയാണ്, ഞങ്ങൾ ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ ഇത്രയും നാളുകളായി. ഇത്രയും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു പ്രതിപക്ഷത്തെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? നിങ്ങൾ 2 മിനിറ്റിൽ സർക്കാരിനെതിരെ പറയുന്നത്, നിങ്ങൾ 2 മിനിറ്റിൽ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുകയല്ല, 2 മിനിറ്റ് കൊണ്ട് ഇത് പൂട്ടിക്കെട്ടിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വൈരുദ്ധ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്നിച്ചു പോകുമോ? മാധു, അത് 2 തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ്. വി.ഡി. സതീശൻ പ്രകടിപ്പിച്ച ആശങ്കകളെ മുൻനിർത്തി സംസാരം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രതികരിക്കാനേ കഴിയുള്ളൂ. അതിനകത്തൊന്നും വേറെ ചികയേണ്ട കാര്യമില്ല. ഞാനിതിനകത്ത് മാധു ഈ സമരങ്ങളും ഹർത്താലുകളും ഒക്കെ മാധു പ്രതിപാദിച്ച സ്ഥിതിക്ക് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക. കർണാടകയും തമിഴ്നാടും ഇലക്ട്രോണിക്സിൻ്റെ വലിയ ഹബ്ബുകളാണ്, വലിയ മാനുഫാക്ചറേഴ്സാണ്. അതുപോലെ തന്നെ തെലുങ്കാന ഇവിടെ സോഫ്റ്റ്വെയർ IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഇലക്ട്രോണിക്സ് എന്നൊരു യുഗം ഈ ഇന്ത്യ രാജ്യത്ത് തുടങ്ങിയ ഒരു കാലത്തെ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ, ഈ രാജ്യത്ത് ആ യുഗത്തെ നയിച്ചത് ഇവിടെ കേരളം എന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ 1973 നമ്മൾ അന്നത്തെ UDF മന്ത്രിസഭയുടെ കാലത്താണ് കെൽട്രോൺ സ്ഥാപിച്ചത്. ആ കെൽട്രോൺ ആയിരുന്നു രാജ്യത്തെ ഒരു പയനിയർ ആൻഡ് ഐഡിയൽ ആയിട്ടുള്ള ഈ ഇലക്ട്രോണിക്സ് വിപ്ലവത്തിൻ്റെ മുഖം. അങ്ങനെ വലിയൊരു ഇനീഷ്യൽ പുള്ള് കിട്ടിയ, ആരംഭത്തിൽ തന്നെ വലിയൊരു വേഗത കിട്ടിയ സംസ്ഥാനമായ കേരളം തുടർന്ന് അങ്ങോട്ട് ഇലക്ട്രോണിക്സിൻ്റെ 2ാം വരവായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യുഗത്തിലും ഇലക്ട്രോണിക്സ് രംഗത്ത് അടക്കവും നമ്മളിങ്ങനെ പൊളിഞ്ഞു പാളീസായി പോയതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഒറ്റ ഉത്തരവാദിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവർ നിരന്തരമായി നടത്തിയ സമരങ്ങളുടെ ഒരു പ്രഘോഷണം, അവർ നീലാകാശത്തിന് പന്തലിടാനും അറബിക്കടലിന് പാലം പണിയാനും പോലുള്ള അവകാശങ്ങൾ ഉന്നയിപ്പിച്ച് പാവപ്പെട്ട യുവാക്കളെ തെരുവിലിറക്കി പോലീസിൻ്റെ ലാത്തിക്കും ബൂട്ട്സിനും കീഴിലേക്ക് ഇട്ടുകൊടുത്ത് മൃതപ്രായരാക്കി വാർത്തകൾ ഉണ്ടാക്കി സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷം കലുഷിതമാക്കി ഇതിൻ്റെ സൽപ്പേരിനെ കളങ്കം വരുത്തി ഈ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയം പയറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നേ വരെ പുറകോട്ട് പോയതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയും കർണാടകയും തെലുങ്കാനയൊക്കെ ഈ ഇലക്ട്രോണിക്സ് രംഗത്തും സോഫ്റ്റ്വെയർ രംഗത്തും ഒക്കെ നമ്മൾ കവച്ച് വെച്ചേനെ. നമ്മളിതൊക്കെ മാനത്ത് ചിന്തിക്കുന്ന കാലത്ത് അവർ പാതാളത്തിൽ പോലും ഇത് ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല. അത്തരത്തിലൊരു സംസ്ഥാനമായിരുന്ന നമ്മളാണ് ഇത്തരത്തിൽ പുറകോട്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് CPM-ൻ്റെ പ്രതിനിധികളൊക്കെ വന്നിട്ട് 2016 ശേഷമാണ് കേരളം ഉണ്ടായത് എന്ന മട്ടിൽ വങ്കത്തങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളതൊക്കെ കേൾക്കുക എന്നല്ലാതെ വേറൊന്നിനും വഴിയില്ല. 2011 തൊട്ട് 16 വരെയാണ് അവസാനമായിട്ട് ഇവർ പ്രതിപക്ഷത്തിരുന്നത്. അന്ന് നടത്തിയ സമര കോലാഹലങ്ങളാണ്. പിൽക്കാലത്ത് അവർ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ പദ്ധതികളെ മുഴുവൻ അവർ മുൻവിധിയോടുകൂടി, രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയാണ് അവർ പദ്ധതികളെ സമീപിക്കാറുള്ളത്. ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. ഈ സംസ്ഥാനത്തിൻ്റെ ക്ഷേമമാണ്, ഇവിടുത്തെ യുവാക്കളുടെ നാളെയുടെ ഭാവിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നു. പക്ഷേ ഇവരെ ആ ഭൂതകാലം മുഴുവൻ വിസ്മരിച്ചുകൊണ്ടൊരു പുതിയ യുഗത്തിലേക്ക് ഇങ്ങനെ പെറ്റുപിറന്ന് വീണ കുഞ്ഞിനെ പോലെ ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ ചരിത്രം മുഴുവൻ ഇവരെ വേട്ടയാടുകയാണ്. ഇവരാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തെ പിന്തിരിപ്പനാക്കി മാറ്റിയത്. ഇവരെ വല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിന്തുണക്കും. നമുക്ക് നോക്കാം എന്താണ് CPM-ന്റെ സർക്കാർ ചെയ്യുന്നത് എന്ന്. ഇതേപോലുള്ള നാടകം 2020 അവതരിപ്പിച്ചതിൻ്റെ വലിയ നിരാശയും ജാള്യതയും വലിയ നാണക്കേടുകളും ഒക്കെ ആ ബാലൻസ് ഷീറ്റിൽ വച്ചുകൊണ്ടാണ് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായിട്ട് ഇവർ കടന്നു വരുന്നത്. പിന്നെ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് മുമ്പേ അറിവുള്ളതാണ്. വർഷങ്ങളായി, മാസങ്ങളായി സംസാരിക്കുകയും അന്തിമമാക്കുകയൊക്കെ ചെയ്ത പദ്ധതികളാണ് അവിടെ ഒരു ഔദ്യോഗികം എന്നോണം പ്രഖ്യാപിച്ചത്. അല്ലാതെ പുതിയ പദ്ധതികൾ ഇത് കണ്ടിട്ട് എത്ര പേർ വരുന്നു എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് നോക്കിയിരുന്ന് കാണാം.